നമസ്കാരം. ഭാരത് ലൈവ് ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. B-52 ബോംബർ വിമാനം തകർന്നു വീണതിന് ഞെട്ടലാണ് US സൈന്യം. വിമാനത്തിലുണ്ടായിരുന്ന 8 പേര് മരിച്ചു. അപകടത്തിന് പിന്നാലെ വിമാനത്തിന് വൻ തീപിടുത്തമുണ്ടായതായും വിമാനം പൂർണ്ണമായും കത്തിനശിച്ചതായും എഡ്വേർഡ്സ് എയർഫോഴ്സ് ബേസ് പുറത്തുവിട്ട ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. ലോസ് ഏഞ്ചൽസിന് ഏതാണ്ട് 95 കിലോമീറ്റർ വടക്കുള്ള US സൈന്യത്തിന്റെ പ്രധാന ഓപ്പറേഷൻ കേന്ദ്രമായ എഡ്വേർഡ്സ് എയർഫോഴ്സ് ബേസിൽ ഉച്ചഭക്ഷ സമയത്താണ് കഴിഞ്ഞ ദിവസം അപകടം നടന്നത്. പതിവ് പരീക്ഷണ പറക്കലിന്റെ ഭാഗമായി 8 പേരുമായി പുറപ്പെട്ട വ്യോമസേനയുടെ B-52 സ്ട്രാറ്റോഫോർട്സ് വിമാനം രാവിലെ 11:20 പറന്നുയർന്ന ഉടൻ തകരുകയായിരുന്നു. പ്രാഥമിക വിവരങ്ങളനുസരിച്ച് വിമാനത്തിലുണ്ടായിരുന്ന ആരും രക്ഷപ്പെട്ടിട്ടില്ല. എഡ്വേർഡ്സ് എയർഫോഴ്സ് ബേസ് പ്രസ്താവനയിൽ വ്യക്തമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്, വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ പോലും കണ്ടെത്താനായിട്ടില്ല. സോവിയറ്റ് യൂണിയനുമായുള്ള യുദ്ധത്തിനായി രൂപകൽപ്പന ചെയ്ത B-52 എന്ന ഭീമൻ ബോംബർ വിമാനം 1954 ആദ്യമായി പറന്നുയർന്നത്. ശീതയുദ്ധം അവസാനിച്ച ശേഷമുള്ള ദശകങ്ങളിലും ഈ വിമാനം കാര്യക്ഷമമായി നിലനിർത്താൻ നിരന്തരമായ ആധുനികവൽക്കരണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ലോകരാജ്യങ്ങളെ ഊർജ്ജ പ്രശ്നത്തിലേക്ക് അഴ്ത്തിയ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാനും US ഒടുവിൽ ധാരണയിലെത്തി. ഇടക്കാല സമാധാന കരാർ കഴിഞ്ഞ ദിവസം ഇരു രാജ്യങ്ങളും ഡിജിറ്റലായി ഒപ്പിട്ടു. ഔദ്യോഗിക ഒപ്പിടൽ ചടങ്ങ് വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിൽ നടക്കുമെന്നാണ് സൂചന. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപോ വൈസ് പ്രസിഡന്റ് JD വാൻസോ നേരിട്ട് ഔദ്യോഗിക ഒപ്പുവയ്ക്കലിൽ പങ്കെടുക്കും. ഇറാനുമേലുള്ള US നാവിക ഉപരോധം നീക്കും. ലെബനനിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചു. കരാർ ഒപ്പിട്ടാൽ ഉടൻ എല്ലാ വാണിജ്യ കപ്പലുകളെയും ഹോർമൂസിലൂടെ കടത്തിവിടുമെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു. ഒമാനുമായി സഹകരിച്ചാകും ഹോർമൂസിലെ ഗതാഗതം ഇനി ഇറാൻ നിയന്ത്രിക്കുക. 30 ദിവസത്തിനുള്ളിൽ നേവൽ മൈനുകൾ നീക്കി ഹോർമൂസിലെ ചരക്ക് ഗതാഗതം ഇറാൻ പഴയപടിയാക്കുമെന്നാണ് ഉറപ്പ്. തിങ്കളാഴ്ച രാത്രി നടന്ന ലോകകപ്പ് മത്സരത്തിൽ ന്യൂസിലൻഡിനെതിരെ ഇറാൻ 2-2 സമനില പിടിച്ച് ലോകശ്രദ്ധ പിടിച്ചുപറ്റി. രാഷ്ട്രീയ പ്രാധാന്യമുള്ള തങ്ങളുടെ ലോകകപ്പ് ക്യാമ്പയിനിലെ ആദ്യ മത്സരത്തിൽ 2 തവണ പിന്നിലായ ശേഷമാണ് ഇറാൻ ശക്തമായി തിരിച്ചടിച്ച് സമനില സ്വന്തമാക്കിയത്. കളി 64 മിനിറ്റ് പിന്നിട്ടപ്പോൾ മുഹമ്മദ് മൊഹേബി നേടിയ സമനില ഗോളാണ് ഇറാന് വിലപ്പെട്ട 1 പോയിന്റ് സമ്മാനിച്ചത്. രണ്ടാം പകുതിയിൽ എലിജ ജസ്റ്റ് മത്സരത്തിലെ തൻ്റെ രണ്ടാമത്തെ ഗോളിലൂടെ ന്യൂസിലൻഡിന് 2-1 വ്യക്തമായ ലീഡ് സമ്മാനിച്ചിരുന്നു. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ ഒരു മനോഹരമായ ഹെഡറിലൂടെ മൊഹേബി ഇറാന് സമനില നേടിക്കൊടുക്കുകയായിരുന്നു. നേരത്തെ മത്സരത്തിൻ്റെ 7-ാം മിനിറ്റിൽ തങ്ങളുടെ ജസ്റ്റിലൂടെ ന്യൂസിലൻഡ് മുന്നിലെത്തിയിരുന്നു. എന്നാൽ 31-ാം മിനിറ്റിൽ റമീൻ റസായിൻ നേടിയ ഗോളിലൂടെ ഇറാൻ കളിയിലേക്ക് തിരികെ എത്തുകയായിരുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദിപ്കെയ്ക്ക് മർദ്ദനം. ജയ്പൂരിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ സംബന്ധിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ നേരെ ആക്രമണം ഉണ്ടായത്. തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ മുഖത്ത് 2 പേർ അടിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ളവയുടെ ഉത്തരവാദിത്തമേറ്റ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും അല്ലാത്ത പക്ഷം ജൂൺ 6 ഡൽഹിയിൽ തുടക്കമിട്ട പ്രക്ഷോഭം മറ്റു സ്ഥലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുമെന്ന മുന്നറിയിപ്പിൻ്റെ ഭാഗമായിട്ടായിരുന്നു ജയ്പൂരിലെ പ്രതിഷേധം. അതേസമയം CJP സമാധാനപരമായി പ്രതിഷേധ പരിപാടികൾ തുടരുമെന്നാണ് അഭിജിത് ദിപ്കെ വീണ്ടും എക്സിൽ കുറിച്ചത്. ഭയത്തിൻ്റെ അടയാളമാണ് ശാരീരിക ആക്രമണമെന്നും അദ്ദേഹം പ്രതികരിക്കുന്നു. രാജ്യത്തെ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി പ്രതിഷേധം നടത്തുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണച്ച് നടൻ പ്രകാശ് രാജിനെതിരെ രൂക്ഷ വിമർശനവുമായി നടനും ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയുമായ പവൻ കല്യാൺ. ഡൽഹിയിൽ നടന്ന ജനസേന പാർട്ടിയുടെ യോഗത്തിലാണ് CJP പിന്തുണയ്ക്കുന്നവരെ പവൻ കല്യാൺ ചുരുങ്ങിയ ചിന്താഗതിക്കാരെന്ന് വിശേഷിപ്പിച്ചത്. ബംഗളൂരുവിൽ നടന്ന CJP പ്രതിഷേധത്തിൽ ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്കിനൊപ്പം പ്രകാശ് രാജ് പങ്കെടുത്തതിന് പിന്നാലെയാണ് പവൻ കല്യാണിന്റെ രൂക്ഷ പ്രതികരണം. സുമതി ശതകത്തിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ഒരു ചെറിയ ഉറുമ്പിന് പോലും വലിയ പാമ്പിനെ കൊല്ലാൻ സാധിക്കുമെന്നും അതുപോലെ ചെറിയ ചിന്താഗതിക്കാർ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും പവൻ കല്യാൺ ആരോപിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കൾ രാഷ്ട്രീയം കളിക്കാതെ സ്വന്തം ജോലി ചെയ്യണമെന്നാണ് പ്രകാശ് രാജ് പ്രതിഷേധത്തിൽ ചൂണ്ടിക്കാട്ടിയത്. വിരമിക്കൽ പ്രായത്തിന് ശേഷവും പ്രായമായവർ രാജ്യം ഭരിക്കുമ്പോൾ യുവാക്കൾ അവരുടെ സ്വപ്നങ്ങൾക്കും ഭാവിക്കും വേണ്ടി പോരാടുകയാണെന്നും പ്രകാശ് രാജ് ആരോപിച്ചിരുന്നു. പവൻ കല്യാണും പ്രകാശ് രാജും ബദ്രി, ജൽസ, വക്കീൽ സാബ് തുടങ്ങി നിരവധി സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇരുവർക്കുമിടയിൽ കടുത്ത ഭിന്നത ഇപ്പോഴും തുടരുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതിയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ A. പത്മകുമാറിനെ CPM-ൽ നിന്നും സസ്പെൻഡ് ചെയ്തു. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെതാണ് തീരുമാനം. പത്മകുമാറിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആവശ്യമുയർന്നിട്ടും ജില്ലാ കമ്മിറ്റി യോഗം നടപടി സസ്പെൻഷനിൽ ഒതുക്കുകയായിരുന്നു. മുതിർന്ന നേതാക്കളായ തോമസ് ഐസക്കിൻ്റെയും സജി ചെറിയാൻ്റെയും നേതൃത്വത്തിലാണ് ജില്ലാ കമ്മിറ്റി ചേർന്നത്. ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം സംസ്ഥാന ഘടകത്തെ അറിയിക്കും. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട അടക്കമുള്ള കാര്യങ്ങൾ ആത്മകഥയിലൂടെ തുറന്നു പറയുമെന്ന് A. പത്മകുമാർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി.
മുതിർന്ന നേതാക്കൾക്കെതിരെ വെളിപ്പെടുത്തലുണ്ടാകുമെന്ന പത്മകുമാറിന്റെ തുറന്നു പറച്ചിലാണ് സസ്പെൻഷൻ മാത്രം നടപടി ഒതുക്കിയെന്ന കരുതുന്നത്. വി.ഡി. സതീശൻ സർക്കാരിന്റെ അടുത്ത ഇന്ദിരാ ഗ്യാരണ്ടി ഇതാ വരുന്നു. സംസ്ഥാനത്തെ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് ഇന്ദിരാ ഗ്യാരണ്ടി ഓണസമ്മാനം ഒരുങ്ങുകയാണ്. സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ 5 ലക്ഷത്തിലേറെ വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന പദ്ധതി ഓണസമ്മാനമായി സർക്കാർ നടപ്പാക്കും. ബിരുദാനന്തര ഗവേഷണ വിദ്യാർത്ഥിനികൾക്കാകും ഈ ധനസഹായം. ഹാജർ കൃത്യമായിരിക്കണം. ബിരുദാനന്തര ഗവേഷണ വിദ്യാർത്ഥിനികൾക്ക് പഠനം ഇടയ്ക്ക് മുടക്കുന്നവർക്ക് ആനുകൂല്യം ലഭിക്കില്ല. സ്കോളർഷിപ്പ്, ഫെലോഷിപ്പ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരെയും ഒഴിവാക്കില്ല. പ്രതിവർഷം 12,000 രൂപ നൽകുന്ന പദ്ധതിക്ക് സർക്കാർ 500 മുതൽ 600 കോടി രൂപ വരെ ബജറ്റിൽ നീക്കിവെക്കുമെന്നാണ് സൂചന. സ്വാശ്രയ കോളേജുകളിലെ വിദ്യാർത്ഥിനികളെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഉയർന്ന ഫീസ് നൽകി പഠിക്കുന്ന ഇവർക്ക് ആനുകൂല്യം നൽകിയാൽ എതിർപ്പുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. അടുത്ത ഘട്ടത്തിൽ ഇവരെ കൂടി ഉൾപ്പെടുത്തുന്നത് പരിഗണിക്കും. സർവകലാശാലകളിലെയും കോളേജുകളിലെയും ഗവേഷണം നടത്തുന്നവർക്ക് ഗ്രാൻറ്റുകളോ ഫെലോഷിപ്പുകളോ ലഭിക്കുമെങ്കിലും അവർക്കും 1000 രൂപ വീതം നൽകും. പഠനം ഇടയ്ക്ക് മുടക്കുന്നവർക്ക് അത് ലഭിക്കില്ല. റാങ്ക് നേടുന്നവരെയും മികച്ച പ്രകടനം നടത്തുന്നവരെയും പ്രത്യേകമായി പരിഗണിച്ച് തൊഴിൽ കണ്ടെത്താനുള്ള ജോബ് വാച്ച് ടവറുമായി ബന്ധിപ്പിക്കും. സ്വകാര്യ കോർപ്പറേറ്റ് കമ്പനികളുടെയും സ്ഥാപനങ്ങളുടെയും സാമൂഹിക സേവന ഫണ്ടിൽ നിന്നും വിവിധ സ്വകാര്യ ഫെലോഷിപ്പുകളിൽ നിന്നും ഇവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. ഉന്നത പഠനത്തിന് ഇവരെ പ്രോത്സാഹിപ്പിക്കാനാണ് ഈ നീക്കം. റാങ്ക് ജേതാക്കളുടെ വിവരങ്ങൾ സർക്കാർ സംവിധാനത്തോടെ മികച്ച കമ്പനികൾക്ക് കൈമാറുന്നതടക്കം പുതിയ പദ്ധതികൾ സർക്കാർ ബജറ്റിലടക്കം പ്രഖ്യാപിച്ചേക്കും.